മേടം രാശി വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനത്തിനും വിജയത്തിനും അനുകൂലമാണെങ്കിലും കഠിന പ്രയത്നം ചെയ്യേണ്ടിവരും. വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവർക്ക് സമയം അനുകൂലം. നൂതന സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള വ്യവസായ സംരംഭങ്ങൾക്ക് അഭിവൃദ്ധിയും സാമ്പത്തിക നേട്ടവും. വസ്ത്രവ്യാപാരം, സൗന്ദര്യവർഗവസ്തു എന്നിവയുടെ ഉൽപ്പാദന രംഗത്തുള്ളവർക്ക് സാമ്പത്തിക പുരോഗതിയും ഉണ്ടാകും. ഓഹരി കമ്പോളത്തിലെ സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. സാമ്പത്തിക നേട്ടം ഉണ്ടാകുമെങ്കിലും അപ്രതീക്ഷിത ധനച്ചെലവും പ്രതീക്ഷിക്കാം. കല, സാഹിത്യം എന്നീ രംഗങ്ങളിലെ എഴുത്തുകാർക്കും ശില്പികൾക്കും അപവാദങ്ങൾ കേൾക്കാനിടയുണ്ട്. കെട്ടിട നിർമ്മാണ പ്രവർത്തന രംഗത്തുള്ളവർക്ക് തടസ്സങ്ങളും സാമ്പത്തിക നഷ്ടവും ഉണ്ടാകാം. സന്താന ലബ്ധി, വിവാഹാനുകൂലം, പ്രേമ നൈരാശ്യം, സന്താനങ്ങളുമായുള്ള കൂടിച്ചേരല്, ദാമ്പത്യകലഹം, ജോലിഭാരം, മാതൃജനങ്ങൾക്ക് അരിഷ്ട, സ്വജനങ്ങൾക്കായി സാമ്പത്തിക ചെലവ് എന്നിവയും ഫലം. വൈദ്യശാസ്ത്ര രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ജോലി ഭാരം കൂടാം. രാജ്യരക്ഷാ ഉദ്യോഗസ്ഥന്മാര് ജോലിയിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തണം. വാഹന കൈകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം. ത്വക്ക് അലർജി, വൈറസ് ബാധ എന്നിവ പ്രത്യേകം ശ്രദ്ധിക്കുക. രക്തജന്യങ്ങളായ അസുഖങ്ങൾ, പ്രത്യേകിച്ച് രക്താർബുദ രോഗികള്, രക്തസമ്മർദ്ദം, ഹൃദയപീഡ എന്നിവ അലട്ടുന്നവര് പ്രത്യേകം ശ്രദ്ധ ചെലുത്തുകയും ശരിയായ വൈദ്യപരിശോധന തേടേണ്ടതുമാണ്. വ്യാപാര വിപണന മേഖലകളിൽ മാന്ദ്യമുണ്ടാകും. വഞ്ചനയിൽ അകപ്പെടാതെ സൂക്ഷിക്കണം. പുതിയ പദ്ധതികളോ മനോരഹസ്യങ്ങളോ ആരുമായും പങ്കിടരുത്. വിദ്യാർത്ഥികൾക്ക് അലസത വർദ്ധിക്കും. ഉപരിപഠനം ഉപേക്ഷിക്കരുത്. കുടുംബത്തിലും ജോലിസ്ഥലത്തും എല്ലാവരോടും സ്നേഹത്തോടെയും ദയയോടെയും പെരുമാറുക. കുടുംബ പ്രശ്നങ്ങൾ നയപരമായി പരിഹരിക്കണം. വാഹനങ്ങൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക. പുതിയ കാര്യങ്ങൾക്കായി പണമിറക്കുമ്പോൾ നന്നായി അന്വേഷണ വിധേയമാക്കിയേ ചെയ്യാവൂ. ദാമ്പത്യത്തിലെ ചെറിയ പിണക്കങ്ങൾ സംസാരിച്ചു തീർക്കണം. ആരോഗ്യ ശ്രദ്ധ വേണം. സഹവർത്തിത്വ ഗുണത്താൽ സജ്ജിന്തകൾ വർദ്ധിക്കും. ഇടവം രാശി വിദ്യാർത്ഥികള്, കലാകാരന്മാര്, സാഹിത്യകാരന്മാര്, IT സാങ്കേതിക വിദഗ്ധര് എന്നീ രംഗങ്ങളില് പ്രവർത്തിക്കുന്നവർക്ക് അഭിവൃദ്ധിയും പുരോഗതിയും ഉണ്ടാകും. മുടങ്ങിക്കിടന്നിരുന്ന പ്രവർത്തനങ്ങള് പുനരാരംഭിക്കാന് സാധിക്കും. സാമ്പത്തിക നില മെച്ചപ്പെടും. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കും. അപ്രതീക്ഷിത ധനലാഭം. ഇരുമ്പുരുക്കു മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വൈദ്യം, ചിത്രകല, സിനിമ, നൃത്തം, സംഗീതം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും അഭിവൃദ്ധി. കാർഷികരംഗം മെച്ചപ്പെടുകയും കൃഷിയിൽ നിന്ന് നേട്ടം ലഭിക്കാനും സാധ്യത. സുഗന്ധദ്രവ്യങ്ങളിൽ നിന്ന് ലാഭം. സ്വർണ്ണാഭരണങ്ങളും വിശേഷ വസ്ത്രങ്ങളും വാങ്ങാനിടവരും. വസ്തു, വാഹനാദികൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് സമയം അനുകൂലം. പുണ്യതീർത്ഥയാത്രകള്, ഉല്ലാസയാത്രകള് എന്നിവ നടത്തും. അസുഖങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. വിവാഹാലോചനകൾക്ക് തീരുമാനമാകും. പൊതുവെ കുടുംബത്തില് ഐക്യവും സമാധാനവും ഉണ്ടാകും. മക്കളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ആകുലത ഉണ്ടാവും. പൊതുപ്രവർത്തകർക്ക് അപവാദ ആരോപണങ്ങൾ നേരിടും. ശ്വാസസംബന്ധമായതും കർണസംബന്ധമായതും കഫ സംബന്ധവുമായ രോഗങ്ങൾക്ക് ചികിത്സ തേടണം. മാനസിക അസ്വാസ്ഥ്യങ്ങൾ നേരിടാം. അമിത മൊബൈൽ ഉപയോഗം കലഹത്തിനിടയാക്കും. അസമയത്തെ നടത്തം, അമിത ലഹരി ഉപയോഗം, അനാവശ്യ കൂട്ടുകെട്ട്, അനധികൃത സമ്പാദ്യം എന്നിവ കുടുംബത്തിൽ അസ്വസ്ഥത സൃഷ്ടിക്കും. വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠന വിജയമുണ്ടാകും. ജോലിയിൽ അസൂയാവഹമായ പുരോഗതി നേടും. ഔദ്യോഗികമായി മുടങ്ങിക്കിടപ്പുള്ള സ്ഥാനമാനങ്ങൾ ലഭിക്കും. ജീവിതത്തിൽ അപ്രതീക്ഷിതമായ പല മാറ്റങ്ങളും ഉണ്ടാവും. പ്രണയം പൂവണിയും. നടക്കുവാൻ സാധ്യത ഇല്ലെന്ന് കരുതിയ പല കാര്യങ്ങളിലും ക്ഷിപ്ര വിജയം കൈവരിക്കാനുതകുന്ന സന്ദർഭം വന്നുചേരും. സാമ്പത്തിക പരാധീനങ്ങളിൽ നിന്നും മുക്തി നേടും. ബന്ധുമിത്രാദികളുടെ പരാതികൾ തീർക്കും. പ്രിയപ്പെട്ടവരുടെ സാമീപ്യം സന്തോഷം നൽകും. കളത്രത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറും. ബിസിനസ്സിൽ ലാഭം കൂടും. വിലപിടിപ്പുള്ള രേഖകൾ, ആഭരണങ്ങൾ ഇവ നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധ വേണം. അനാവശ്യ യാത്രകൾ കുറയ്ക്കണം. ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയേക്കാം. മിഥുനം രാശി സന്താനങ്ങളെക്കൊണ്ട് ഗുണാനുഭവം. ഗൃഹത്തില് മംഗളകർമ്മങ്ങൾ നടക്കും. ജോലിഭാരം വർദ്ധിക്കും. അനാവശ്യ യാത്രകൾ ചെയ്യേണ്ടിവരും. ധനനഷ്ടം, മാനഹാനി, ദാമ്പത്യകലഹം എന്നിവ അലട്ടാതിരിക്കാൻ ശ്രദ്ധിക്കണം. വീടുപണി നീണ്ടുപോകും. വിവാഹ ആവശ്യങ്ങൾക്ക് ഉൾപ്പെടെ പണം കടമെടുക്കേണ്ടിവരും. ലോണുകൾ എടുത്തത് തിരിച്ചടക്കാൻ ബുദ്ധിമുട്ടും. കൃഷിനാശമുണ്ടാകാം. ആലോചിക്കാതെ എടുക്കുന്ന തീരുമാനങ്ങൾ സാമ്പത്തിക നഷ്ടം, മനോദുഃഖം എന്നിവ ഉണ്ടാക്കും. പൂർവിക സ്വത്ത് ലഭിക്കുന്നതിനായി കേസ് വ്യവഹാരങ്ങൾ എന്നിവ നടത്തേണ്ടിവരും. ഓഹരി കമ്പോളം നഷ്ടത്തിലാകും. രേഖയില്ലാതെ നടത്തുന്ന ഇടപാടുകളിൽ വിശ്വാസവഞ്ചന നേരിടാം. ഉദരപീഡ, വാതകോപം, രക്തജന്യ രോഗം എന്നിവ പെടാം. കിഡനി, കരള്, പ്രമേഹം രോഗബാധിതർക്ക് രോഗാവസ്ഥ മൂർച്ഛിക്കാനിടയുണ്ട്. ഭക്ഷ്യവിഷബാധ ഏൽക്കാൻ സാധ്യത ഉള്ളതിനാൽ ആഹാരകാര്യങ്ങളിൽ കരുതൽ വേണം. അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക. സർക്കാരിൽ നിന്നും പ്രതികൂല നടപടികൾ ഉണ്ടാകാം. ഭൂമി വ്യവഹാരങ്ങൾ തടസ്സപ്പെടാം. അന്യായ സ്വത്ത് സമ്പാദനം കർമ്മമേഖലയെ ബാധിച്ച് അപവാദങ്ങളിൽ പെടാം. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ പല തടസ്സങ്ങളും ഉണ്ടാകും. കൂട്ടുകെട്ടിലൂടെ ലഹരിക്ക് അടിമപ്പെടാതിരിക്കാൻ ശ്രമിക്കണം.
മയക്കുമരുന്നുപയോഗം ഗൃഹാന്തരീക്ഷത്തെ വഷളാക്കുമെന്നതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കണം. പുണ്യതീർത്ഥയാത്രകൾ ആശ്വാസമേകും. ദൈവാധീനം ഉണ്ടാവാന് ജപങ്ങള്, പ്രാർത്ഥനകള്, ക്ഷേത്രദർശനം എന്നിവ ചെയ്യേണ്ടതാണ്. ചുറുചുറുക്കും കർമ്മശേഷിയും വർദ്ധിപ്പിക്കണം. പ്രതിസന്ധികളെ സധൈര്യം നേരിട്ട് ജീവിത വിജയം കൈവരിക്കാൻ ശ്രമിക്കണം. കടബാധ്യത തീർക്കാൻ ബുദ്ധിപരമായി ശ്രമിക്കണം. നിരാശ വേണ്ട. കാര്യങ്ങൾ ക്രമേണ നേരെയാവും. അപ്രതീക്ഷിതമായ ചെലവുകൾ പ്രയാസം സൃഷ്ടിക്കാനിടയുണ്ട്. ശ്രേയസ്കരമായ കർമ്മങ്ങൾ നിഷ്ഠയോടു കൂടി ചെയ്യുക. അനവസരത്തിൽ അഭിപ്രായം പ്രകടിപ്പിക്കരുത്. ധനനഷ്ടം, അപവാദം ഇവ കരുതിയിരിക്കുക. എന്തു വില കൊടുത്തും തീരുമാനം നടപ്പാക്കാൻ ശ്രമിക്കുക. ശരിയായ തീരുമാനങ്ങൾ പ്രതിസന്ധികൾ പരിഹരിക്കും. ഗൃഹസംബന്ധമായി ചില കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടിവരും. സ്വജനങ്ങളുടെ കുതന്ത്രങ്ങൾ മനസ്വസ്ഥത കെടുത്തും. വിനോദത്തിന് കൂടുതൽ പണം ചെലവഴിക്കരുത്. ദൈവീകത വർദ്ധിപ്പിക്കുക. കർക്കിടകം രാശി. പൊതുവെ പറഞ്ഞാൽ ഈ കൂറുകാർക്ക് വിദേശഭാഗ്യാനുഭവങ്ങൾ ലഭിക്കാനുള്ള സമയമാണ്. വിദേശ ജോലി, പഠനം, പഠനത്തോടൊപ്പം ജോലി, സ്ഥിരവിസ എന്നിവ ലഭിക്കും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. സംഗീത നൃത്തകലാരംഗത്ത് അഭിവൃദ്ധി, സ്ഥാനപദവി, അംഗീകാരം എന്നിവ ലഭിക്കും. സാമ്പത്തിക സഹായങ്ങൾ ഉണ്ടാകും. ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള ആഗ്രഹം സഫലമാകും. അശ്രാന്ത പരിശ്രമം വിജയത്തിലെത്തിക്കും. മേലുദ്യോഗസ്ഥർക്ക് കീർത്തി ഉണ്ടാകുന്നതിനോടൊപ്പം ശമ്പള വർധനവും പ്രതീക്ഷിക്കാം. കടം വീട്ടാന് സാധിക്കും. ദാമ്പത്യ സൗഖ്യം ഉണ്ടാകും. ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കാന് കഴിയും. ഗൃഹോപകരണങ്ങള്, വസ്ത്രാഭരണങ്ങള് എന്നിവ വാങ്ങും. കുടുംബത്തില് ഐക്യം ഉണ്ടാകും. ജോലിയില് സ്ഥിരത ലഭിക്കും. നിയമവിദ്യാർത്ഥികൾക്ക് കാലം അനുകൂലമാണ്. അധ്യാപകര്, അഭിഭാഷകര്, വൈദ്യശാസ്ത്രരംഗത്തുള്ളവര്, ആധാരമെഴുത്തുകാര്, ബഹിരാകാശരംഗത്ത് പ്രവർത്തിക്കുന്നവര് എന്നിവർക്ക് സാമ്പത്തിക ഉയർച്ചയും ഗുണാനുഭവങ്ങളും ഫലം. തോട്ടകൃഷികളിൽ നിന്ന് ആദായം, പലവ്യഞ്ജന വ്യാപാരാഭിവൃദ്ധി എന്നിവ ഉണ്ടാകും. വാഹനം മാറ്റുകയോ പുതിയത് വാങ്ങുകയോ ചെയ്യും. വിവാഹങ്ങൾക്ക് തീരുമാനമാകും. സന്താന ലബ്ധി, മനസ്സന്തോഷം എന്നിവ ഉണ്ടാകും. പാദരോഗങ്ങള്, തേയ്മാനങ്ങള്, കൊളസ്ട്രോള്, രക്തസമ്മർദ്ദം എന്നിവയ്ക്ക് ചികിത്സ തേടും. നീർദോഷങ്ങള്, ജ്വരം എന്നിവ പിടിപെടാം. കർമ്മരംഗത്ത് കൂടുതൽ ശ്രദ്ധ ചെലുത്തുക. ഉത്തരവാദിത്വങ്ങൾ വർദ്ധിക്കും. ബുദ്ധിപരമായി നീക്കങ്ങളിലൂടെ ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. അലസതയോടുകൂടിയുള്ള സമീപനം പ്രയാസങ്ങൾ സൃഷ്ടിക്കും. സന്താനങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. വളരെ വേഗം ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ കഴിഞ്ഞില്ലെങ്കിൽ നിരാശപ്പെടരുത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് നിറവേറ്റുന്നതിന് ക്ഷമയും കഠിനമായ പരിശ്രമവും വേണ്ടിവരും. ബന്ധങ്ങൾ ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തുക. വാക്കുകൾക്ക് നിയന്ത്രണം വേണം. വിദ്യാർത്ഥികൾ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതിനാൽ ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ യോഗ, ഈശ്വര പ്രാർത്ഥന എന്നിവ ചെയ്യാൻ ശ്രമിക്കുക. ചിങ്ങം രാശി. വിദ്യാഭ്യാസത്തില് തടസ്സം നേരിടുമെങ്കിലും വിജയം കൈവരിക്കാൻ സാധിക്കും. ഈ വർഷം പലവിധ പരീക്ഷണങ്ങളിലൂടെയും മാനസിക ബുദ്ധിമുട്ടിലൂടെയും കടന്നു പോകേണ്ടിവരും. മെയ് 14 ശേഷം ദോഷാധിക്യം കുറയും. വൈദ്യശാസ്ത്ര സാങ്കേതിക രംഗത്തുള്ളവർക്ക് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. ദാമ്പത്യ ഐക്യം ഉണ്ടാവും. ഭൂമി വ്യവഹാരം മെച്ചപ്പെടും. സന്താനങ്ങൾക്ക് അനുകൂല സമയം. അവര് മുഖേന അഭിമാനം, മനസ്സന്തോഷം ഉണ്ടാകാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. നിലവിലുള്ള കേസ് വിജയിക്കാം. യന്ത്രസാമഗ്രികൾ കൈകാര്യം ചെയ്യുന്ന കർമ്മരംഗത്തും കാർഷിക മേഖലയിലും നേട്ടം. നവീന കലകൾ അഭ്യസിക്കാനും തുടക്കം കുറിക്കാനും കുട്ടികൾക്ക് അനുകൂല സമയം. വാതപിത്ത കഫ ദന്ത ഉദര മാനസിക അസുഖങ്ങൾ മൂർച്ഛിക്കാം. മറ്റുള്ളവർക്കു വേണ്ടി ആശുപത്രിവാസം അനുഭവിക്കേണ്ടിവരും. സാമ്പത്തിക നഷ്ടമുണ്ടാകും. മാനസിക പിരിമുറുക്കങ്ങൾ അലട്ടും. സാമ്പത്തിക ക്രമക്കേടുമൂലം അപവാദങ്ങൾ നേരിടേണ്ടി വരാന് സാധ്യത ഉള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഓഹരിക്കുമ്പോഴും പണമിടപാടുകളിൽ കരുതൽ ആവശ്യമാണ്. വാഹനാപകടങ്ങൾ ശ്രദ്ധിക്കുക. വരവിലധികം ചെലവ് ഉണ്ടാകും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനിടവരും. ഭാഗ്യാനുഭവങ്ങൾ, മികച്ച പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം. വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠന വിജയം. കർമ്മരംഗത്ത് പുതിയ സാധ്യതകൾ എന്നിവ ഉണ്ടാവും. വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനം ലഭിക്കും. അത് ഉചിതമായ രീതിയിൽ നിക്ഷേപിക്കണം. സാമൂഹിക പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നത് മൂലം കൂടുതൽ ആളുകളുമായി നല്ല ബന്ധമുണ്ടാകും. സ്വാധീനശേഷി വർദ്ധിക്കും. കാലങ്ങളായി ആഗ്രഹിക്കുന്ന ഭവന നിർമ്മാണം, വാഹനം മാറ്റി വാങ്ങൽ എന്നിവ നടക്കും. നിക്ഷേപങ്ങൾ നടത്തുന്നതിൽ തിരക്ക് കൂട്ടരുത്. വേണ്ടത്ര ആലോചനയില്ലാത്ത പ്രവർത്തികൾ സാമ്പത്തികമായി കുഴപ്പത്തിലാക്കും. എന്തെങ്കിലും തീരുമാനമെടുക്കുന്നതിനു മുൻപ് പരിചയസമ്പന്നരായ ആളുകളോട് അന്വേഷിക്കണം. കന്നി രാശി. വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയരും. പഠനകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. മത്സര പ്രവേശന പരീക്ഷകൾക്കായി കൂടുതൽ പരിശ്രമിക്കേണ്ടിവരും. നിശ്ചയിച്ച വിഷയത്തിലുള്ള ഉപരിപഠനത്തിന് തടസ്സം നേരിടാം. വിദ്യാഭ്യാസത്തിന് കൂടുതൽ പണം ചെലവഴിക്കേണ്ടതായി വരും. സാമ്പത്തിക നേട്ടമുണ്ടാവും. വിദേശത്ത് ജോലിയുള്ളവര് ജോലി നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം. ജോലിഭാരം വർദ്ധിക്കും. പ്രേമബന്ധം ഊഷ്മളമാകും. വീഴ്ചകള്, അസ്ഥിബന്ധം ഇവ മൂലവും അപ്രതീക്ഷിത യാത്രകൾക്കായും വസ്ത്രാഭരണങ്ങൾ വാങ്ങുന്നതിനായും ധനച്ചെലവ് ഉണ്ടാകും. ഗൃഹം മോടിപിടിപ്പിക്കും. മാതാവിന്റെ ആരോഗ്യനില മെച്ചപ്പെടും.
മക്കളെക്കുറിച്ച് വ്യാകുലത ഉണ്ടാവും. ലഹരി ഉപയോഗം, കൂട്ടുകെട്ട് എന്നിവയിൽ ശ്രദ്ധ വേണം. ലഹരി ഉപയോഗം ഗൃഹാന്തരീക്ഷത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കാം. തസ്കര ഭയം ഉള്ളതിനാല് സാമ്പത്തിക രേഖകളും പ്രമാണങ്ങളും സൂക്ഷിക്കണം. സന്താനലബ്ധിക്കായി ചികിത്സ തേടേണ്ടിവരും. ഗർഭാശയ രോഗങ്ങള്, സ്ത്രീജന്യ രോഗങ്ങള് എന്നിവ ശ്രദ്ധിക്കണം. മനസ്സുഖം കുറവായിരിക്കും. ആരോഗ്യക്ഷയം, ക്ഷീണം എന്നിവ അലട്ടാം. നേത്രരോഗം, നാഡീരോഗം, ഹൃദയ സംബന്ധ രോഗം, മജ്ജ, സന്ധിവേദന എന്നിവയ്ക്കും ചികിത്സ തേടേണ്ടതായി വരും. ഈശ്വരപ്രാർത്ഥനകളാലും ഔചിത്യമുള്ള സമീപനത്താലും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കുമെങ്കിലും സാമ്പത്തിക നേട്ടം കുറയും. തൊഴിൽ മേഖലകളിലുള്ള ഗതിവിഗതികൾക്കനുസരിച്ച് ജീവിതം നയിക്കേണ്ടതായി വരും. പാഴ്ചെലവുകൾ നിയന്ത്രണ വിധേയമാക്കണം. ചുറ്റുമുള്ളവരുടെ സ്വാധീനങ്ങൾക്ക് അമിതമായി വഴങ്ങരുത്. ഗൃഹസംബന്ധമായ ചുമതലകൾ സമയബന്ധിതമായി പൂർത്തിയാക്കുക. ദാമ്പത്യത്തിൽ കലഹം, തെറ്റിദ്ധാരണ ഇവ ഉണ്ടാകാതെ നോക്കണം. വാഹനം ഉപയോഗിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും നല്ല ശ്രദ്ധ വേണം. സന്താനങ്ങളുടെ ക്ഷേമത്തിനായി പരിശ്രമിക്കണം. കോപം നിയന്ത്രിക്കണം. പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും അബദ്ധമായിത്തീരും. തുലാം രാശി, ദൈവാധീനമുള്ള സമയമാണ്. തീർത്ഥയാത്രകൾ നടത്തും. മാനസിക പിരിമുറുക്കം കുറയും. സുഹൃബന്ധങ്ങൾ കൂടുതൽ ഊർജിതമാകും. തൊഴില് മേഖലയിൽ സ്ഥാനമാറ്റം ഉണ്ടാവും. സാമ്പത്തിക ഇടപാടുകൾ ശ്രദ്ധിക്കണം. ശത്രുജയം ഉണ്ടാവും. വിവാഹം തീരുമാനമാകും. ദാമ്പത്യസുഖം ഉണ്ടാവും. കേസുകളിൽ വിജയിക്കും. കയറ്റുമതി ഇറക്കുമതി വ്യാപാരികൾക്ക് ഗുണകരമായ കാലമാണ്. വിദേശത്ത് ജോലി സാധ്യത, വിസ ലഭിക്കും. സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാനുള്ള അവസരമുണ്ടാകും. കൃഷിയിൽ ലാഭം. ഉദ്യോഗത്തിൽ ഉയർച്ചയും ശമ്പള വർധനവും പ്രതീക്ഷിക്കാം. ഗവൺമെന്റ് ആനുകൂല്യങ്ങളും നൃത്തസംഗീതകലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരങ്ങളും നേട്ടങ്ങളും ലഭിക്കും. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തടസ്സം നേരിടാം. പ്രമേഹം വർദ്ധിക്കാം. പ്രകൃതിക്ഷോഭം മൂലം വസ്തുനഷ്ടം, ധനനഷ്ടം എന്നിവ അലട്ടാം. ഹോർമോണ് സംബന്ധമായ രോഗങ്ങൾക്ക് പ്രത്യേകം ചികിത്സ തേടേണ്ടതാണ്. ഉറക്കമില്ലായ്മ മൂലം ശാരീരിക അസ്വസ്ഥത ഉണ്ടാകും. വരുമാനം വർദ്ധിക്കും. സാമ്പത്തിക സ്ഥിതി ഭദ്രമാകും. സദ്കീർത്തി പ്രതീക്ഷിക്കാം. വിചാരിക്കുന്ന പല കാര്യങ്ങളും യഥാസമയം സാധിക്കും. പുതിയ സ്ഥലത്തെ ശമ്പളത്തിൽ നല്ല മാറ്റമുണ്ടാകും. നിക്ഷേപമെന്ന നിലയിൽ ഭൂമിയോ ഗൃഹമോ വാങ്ങുവാനിടവരും. അന്യാധീനപ്പെട്ട ധനം തിരികെ ലഭിക്കും. കൂട്ടു ബിസിനസ്സിൽ പുതിയ മാറ്റങ്ങൾ വേണ്ടിവരും. സ്വന്തം ഇഷ്ടങ്ങൾക്കു വേണ്ടി ചിലരെ തള്ളിപ്പറയേണ്ടി വരും. ഓഹരി മാർക്കറ്റിൽ മികവ് ഉണ്ടാവും. ഭൂമി സംബന്ധിച്ചുള്ള അവകാശ തർക്കം പരിഹരിക്കും. ആരെയും അമിതമായി വിശ്വസിക്കരുത്. പാലിക്കാനാകാത്ത വാഗ്ദാനം നൽകരുത്. വിദ്യാർത്ഥികൾക്ക് വിദ്യാലാഭമുണ്ടാകും. മറ്റുള്ളവരിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കും. ചെറിയ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കും. വൃശ്ചികം രാശി, ജോലിയിൽ ഉയർച്ച ഉണ്ടാകാം. ആരോഗ്യ സംബന്ധമായ ബുദ്ധിമുട്ട് കുറയുമെങ്കിലും വർഷാവസാനം വർദ്ധിക്കാൻ സാധ്യത ഉണ്ട്. വരവ് കുറയുകയും ചെലവ് കൂടുകയും. സാമ്പത്തിക നില മോശമാകുകയും കടബാധ്യതകൾ കൂടുകയും ചെയ്യും. പഠന വിജയത്തിന് കൂടുതൽ പരിശ്രമം ആവശ്യമായി വരും. ലഹരി ഉപയോഗം, കൂട്ടുകെട്ടുകൾ എന്നിവ ശ്രദ്ധിക്കണം. തുടങ്ങിവെച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ പാടുപെടും. ഓഹരിക്കച്ചവടത്തില് വിജയസാധ്യത കുറവാകും. രക്തദൂഷ്യമായ രോഗങ്ങൾ അലട്ടാം. രാജ്യരക്ഷാ ഉദ്യോഗസ്ഥന്മാർക്ക് അപകടസാധ്യത ഉള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രകൃതിക്ഷോഭം മൂലം നാശനഷ്ടം സംഭവിക്കാം. ദാമ്പത്യദുഃഖം അനുഭവപ്പെടാം. വേണ്ടപ്പെട്ടവരുടെ വിയോഗം ദുഃഖമുണ്ടാക്കും. അപകടസാധ്യതയുള്ളതുകൊണ്ട് ശ്രദ്ധിക്കണം. ആഘോഷങ്ങൾക്ക് വേണ്ടിയും മക്കൾക്കും കുടുംബാംഗങ്ങൾക്കും വേണ്ടിയും ധനം ചെലവഴിക്കും. വിശ്വാസവഞ്ചനയിൽ അകപ്പെടാം. അപവാദ ആരോപണങ്ങൾ നേരിടേണ്ടതായി വരും. പലതരം പ്രതിസന്ധികൾ നേരിടുമെങ്കിലും ഈശ്വരാധീനത്താൽ കൂടുതൽ ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. ഈശ്വരഭക്തി, ധർമ്മനിഷ്ഠത, പരോപകാരൽപരത എന്നിവ ഉണ്ടാവണം. മേലധികാരികളുമായി വാക്ക് തർക്കത്തിന് പോവരുത്. വാക്കുകൾ സൂക്ഷിച്ചേ പ്രയോഗിക്കാവൂ. ശരിയായ ധനവിനിയോഗത്തിലൂടെ മെച്ചപ്പെട്ട നിലയിലേക്ക് സ്ഥിതിഗതികൾ മാറ്റണം. ചെലവ് നിയന്ത്രിക്കണം. ഉത്കണ്ഠയും ആശങ്കയും പാടില്ല. അശ്രദ്ധയും അലസതയും വലിയ പ്രയാസങ്ങൾക്ക് കാരണമായേക്കാം. ജീവിത പങ്കാളിയുമായി അനാവശ്യ വാഗ്വാദങ്ങൾ ഒഴിവാക്കുക. അനാവശ്യ കൂട്ടുകെട്ടുകളിൽ ചെന്ന് പെടരുത്. മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾക്ക് മേൽ ചുമത്തപ്പെടാൻ സാധ്യത ഉള്ളതിനാൽ എല്ലാ കാര്യങ്ങളിലും അതീവ ശ്രദ്ധ പുലർത്തുക. ക്ഷമയോടെ പ്രവർത്തിച്ചാൽ ആഹ്ലാദകരമായ ജീവിതം നയിക്കാനാകും. ധനുരാശി, തൊഴിൽപരമായി ആദ്യകാലങ്ങളിലെ ബുദ്ധിമുട്ടു അലട്ടുമെങ്കിലും വർഷാവസാനം ഗുണകരമാകും. വിദ്യാർത്ഥികളിലെ അലസത മനോഭാവം മത്സര പരീക്ഷയെ പ്രതികൂലമായി ബാധിച്ചേക്കും. പഠനകാര്യങ്ങളെക്കാളും മറ്റു കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പോകാം. സുഹൃത്തുക്കളുടെ കാര്യങ്ങളിൽ ഇടപെട്ടു ബുദ്ധിമുട്ടു അലട്ടാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഗൃഹനവീകരണത്തിന് ശ്രമിക്കുകയും അതിൽ തടസ്സങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. വിദേശത്തു ജോലി അന്വേഷിക്കുന്നവർക്ക് ലഭിക്കുന്ന തൊഴിലിൽ ഇപ്പോൾ തൃപ്തനായി തുടരാനുള്ള യോഗവുമുണ്ട്. കലാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് കലയിൽ ആധുനിക ശൈലി കൊണ്ടുവരാന് കഴിയും. തൊഴിലു മേഖലയുമായി ബന്ധപ്പെട്ട് ശുഭകരമായ ഫലങ്ങൾ കാണാന് കഴിയും. സ്വത്തു സംബന്ധമായി എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ സ്വാധീനമുള്ള ഒരു വ്യക്തിയുടെ സഹായത്തോടെ അത് പരിഹരിക്കപ്പെടും. കോടതി സംബന്ധമായ കാര്യങ്ങളിൽ തീരുമാനം അനുകൂലമാകാം.
കഠിനാധ്വാനത്തിലൂടെയും പരിശ്രമത്തിലൂടെയും ഭാഗ്യം നേടാൻ കഴിയും. ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും. വിവാഹം നടക്കും. പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ കഴിയും. വിദേശത്തു തൊഴിൽ തേടുന്നവർക്ക് അത് ലഭിക്കും. ഏറെ കാലമായി അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. അന്താരാഷ്ട്ര കമ്പനിയിലോ ബഹുരാഷ്ട്ര കമ്പനിയിലോ ജോലിയുള്ളവർക്ക് വിദേശ ഫണ്ട് ലഭിക്കാൻ സാധ്യത ഉണ്ട്. കലാരംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി, ഗൃഹനിർമ്മാണത്തിൽ പുരോഗതിയും ഉണ്ടാകും. ആരോഗ്യ വിഷമതകൾ കുറയും. കടമിടപാടുകൾ കുറക്കാൻ സാധിക്കും. അപര്യാപ്തകൾ പരിഹരിച്ച് വ്യാപാരം പുനരാരംഭിക്കും. വിഭാവനം ചെയ്ത പദ്ധതികൾ പ്രാവർത്തികമാക്കുവാൻ അവസരമുണ്ടാകും. സാമ്പത്തിക വിഭാഗത്തിൽ കൂടുതൽ ശ്രദ്ധയും സൂക്ഷ്മതയും വേണം. സ്വന്തം കാര്യങ്ങൾ നീക്കിവെച്ച് അന്യരുടെ കാര്യങ്ങളിൽ ഇടപെടുന്ന പ്രവണത ഉപേക്ഷിക്കണം. മംഗളവേളയിൽ വെച്ച് മഹത് വ്യക്തികളെ പരിചയപ്പെടുവാനവസരമുണ്ടാകും. സംസർഗ ഗുണത്താൽ സദ്ചിന്തകൾ വർദ്ധിക്കും. സമർപ്പിക്കുന്ന പദ്ധതികൾക്ക് അന്തിമനിമിഷത്തിൽ അനുമതി ലഭിക്കും. ആദരവും വിനയവുമുള്ള സമീപനം മാർഗതടസ്സങ്ങളെ അതിജീവിച്ച് സർവകാര്യ വിജയം നേടുവാൻ ഉപകരിക്കും. വസ്തുതകൾക്ക് നിരക്കാത്ത പ്രവൃത്തികളിൽ നിന്നും പിന്മാറുന്നത് ഭാവിയിലേക്ക് ഗുണകരമാകും. മകരം രാശി. ജീവിത പങ്കാളിക്ക് നേട്ടങ്ങൾ ഉണ്ടാകും. മനസ്സന്തോഷം വർദ്ധിക്കും. കലാരംഗത്ത് ഉള്ളവർക്ക് പ്രശസ്തി ലഭിക്കും. കയറ്റുമതി ഇറക്കുമതി മേഖലയിലെ നേട്ടമുണ്ടാകും. തൊഴിലിനുള്ള ശ്രമം വിജയിക്കും. സർക്കാർ ജോലിക്കു ശ്രമിക്കുന്നവർക്ക് അനുകൂല കാലമാണ്. ഉദ്യോഗത്തിൽ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിച്ചേരാൻ അവസരം ലഭിക്കും. തൊഴിലധിഷ്ഠിത കോഴ്സുകളിൽ ചേർന്ന് പഠിക്കാൻ സാധിക്കും. വിവാഹ ആലോചനകൾക്ക് തീരുമാനമാകും. സന്താനഗുണം വർദ്ധിക്കും. മുടങ്ങിയ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കും. വിലപിടിപ്പുള്ള ഗൃഹോപകരണങ്ങൾ വാങ്ങും. പ്രേമബന്ധങ്ങളിൽ അകൽച്ച ഉണ്ടാകും. ജീവിത പങ്കാളിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടും. സ്വജനങ്ങൾക്കായി ധനം ചിലവഴിക്കേണ്ടതായി വരും. കാർഷിക ഉത്പാദനം വർദ്ധിക്കുമെങ്കിലും ലാഭം കുറയും. പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ പ്രത്യേക ശ്രദ്ധ വേണ്ടതാണ്. ബാങ്ക് വായ്പ ലഭിക്കും. ഭൂമി വാങ്ങാനായി കടമെടുക്കേണ്ടതായി വരും. ശത്രുക്കൾ ഉടലെടുക്കും. വ്യാപാരത്തിൽ ഏറ്റക്കുറച്ചിൽ അനുഭവപ്പെടും. നിരവധി യാത്രകൾ ആവശ്യമായി വന്നേക്കാം. അലർജി, പിത്താശയ രോഗങ്ങൾ, തൈറോയിഡ് തുടങ്ങിയവക്ക് ചികിത്സ തേടേണ്ടതായി വരും. വിദേശത്തുള്ള ജോലിയിൽ തന്നെ തുടരുന്നത് ഗുണം ചെയ്യും. സഹപ്രവർത്തകരിൽ നിന്ന് സാമ്പത്തിക ക്രമക്കേടുകൾ ഉണ്ടാകാം. സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ശ്രദ്ധ വേണം. കുടുംബ ഐക്യത്തിനായി ശ്രമിക്കും. ഗുരുകാരണവന്മാരുടെ അനുഗ്രഹാശിസുകളോടുകൂടി ചെയ്യുന്നതെല്ലാം വിജയിക്കും. സംഘടനാ പ്രവർത്തനങ്ങൾക്ക് സർവാത്മന സഹകരിക്കുമെങ്കിലും സാമ്പത്തിക വിഭാഗത്തിൽ നിന്നും പിന്മാറുകയാണ് നല്ലത്. സാമ്പത്തിക കാര്യങ്ങൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം. ഇല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും ഉണ്ടാവാൻ ശ്രമിക്കണം. നല്ല പെരുമാറ്റത്തിലൂടെ സ്നേഹം പിടിച്ചു പറ്റണം. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കും ഉപദേശങ്ങൾക്കും വില നൽകുന്നതിലൂടെ അംഗീകാരം നേടിയെടുക്കും. ഉത്തരവാദിത്വമുള്ള നിരവധി ജോലികൾ ഏറ്റെടുക്കേണ്ടി വരും. ഈശ്വര ചിന്ത ശക്തമാക്കണം. മേലുദ്യോഗസ്ഥരുമായി കലഹിക്കരുത്. അപമാനത്തിന് ഇടയുള്ളതിനാൽ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത് പരമാവധി ഒഴിവാക്കണം. കുംഭം രാശി. വിദേശത്തു ജോലി സാധ്യത, കർമ്മഗുണം, ഉന്നത വിദ്യാഭ്യാസം, ഗൃഹനവീകരണം, സാമ്പത്തിക ഭദ്രത, വിശേഷ വസ്ത്രാഭരണലബ്ധി, വിവാഹയോഗം, ദാമ്പത്യ സൗഖ്യം, സന്താനലബ്ധി, വ്യവഹാര വിജയം, അപ്രതീക്ഷിത ധനലാഭം, മനസ്സന്തോഷം, ഉന്നത സ്ഥാനമാനങ്ങൾ, അംഗീകാരങ്ങൾ ഇവ ഫലം. വ്യാപാര വ്യവസായ രംഗത്ത് അഭിവൃദ്ധിയുണ്ടാകും. നൃത്തസംഗീതാദി കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരങ്ങളും സ്ഥാനമാനങ്ങളും ലഭിക്കും. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തും. ഗൃഹത്തില് മംഗളകർമ്മങ്ങൾ നടക്കും. അന്യദേശവശം പുണ്യതീർത്ഥയാത്രകൾക്ക് അവസരം ലഭിക്കും. കുടുംബത്തിൽ ഐക്യം ഉണ്ടാകും. പ്രകൃതിക്ഷോഭം നിമിത്തം നാശങ്ങൾ സംഭവിക്കാം. കൃഷിയിലും നഷ്ടങ്ങൾ ഉണ്ടാകാം. സാമ്പത്തിക തർക്കങ്ങൾ ഒഴിവാക്കാൻ രേഖകൾ കൃത്യമാക്കേണ്ടതുണ്ട്. തൊഴിൽ മേഖലകളിൽ പുരോഗതിയും സമ്പൽ സമൃദ്ധിയും പ്രതാപവും ഐശ്വര്യവും ഉണ്ടാകും. നിബന്ധനകൾക്ക് വിധേയമായി പുതിയ പദ്ധതികൾ ഏറ്റെടുക്കും. സാമ്പത്തിക പുരോഗതി ഉണ്ടായതിനാൽ ഗൃഹനിർമ്മാണം പുനരാരംഭിക്കും. നിരവധി കാര്യങ്ങൾ നിഷ്കർഷയോടുകൂടി ചെയ്തു തീർക്കുന്നതിൽ ആത്മസംതൃപ്തിയുണ്ടാകും. ആധ്യാത്മിക ആത്മീയ ചിന്തകളാൽ സേവന പ്രവർത്തനങ്ങളിൽ വ്യാപൃതനാകും. സ്വതസിദ്ധമായ പ്രവർത്തനശൈലി മാതൃകാപരമായി എന്നറിഞ്ഞതിനാൽ ആത്മാഭിമാനം തോന്നും. പുണ്യതീർത്ഥയാത്രക്ക് അവസരം വന്നുചേരും. പൂർവിക സ്വത്ത് ഭാഗം വയ്ക്കുവാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകും. സത്യസന്ധവും നീതിയുക്തവുമായ സമീപനം സർവാദരങ്ങൾക്കും വഴിയൊരുക്കും. ആരോഗ്യ ശ്രദ്ധ വേണം. അസുഖങ്ങളെ അവഗണിക്കരുത്. മീനം രാശി. ജോലിയിൽ അർഹതയ്ക്കനുസരിച്ചുള്ള പദവി ലഭിക്കുന്നതാണ്. സാമ്പത്തിക ക്ലേശങ്ങളിൽ നിന്നും മുക്തനാവും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നതാണ്. ഉപരിപഠനത്തിന് ആഗ്രഹിച്ച വിഷയത്തിൽ പ്രവേശനം നേടാൻ കഴിയും. കലാപരമായ സിദ്ധികൾക്ക് സജ്ജനങ്ങളിൽ നിന്നും അംഗീകാരം കൈവരുന്നതാണ്. ബിസിനസ് വളരുന്നതിന് സാഹചര്യമുണ്ടാകും. നവസംരംഭങ്ങൾ തുടങ്ങാനാവും. വ്യക്തിസ്വാതന്ത്ര്യം അനുഭവപ്പെടും. ഭൗതിക സംതൃപ്തിക്കൊപ്പം ആത്മീയമായ സൗഖ്യവും പ്രതീക്ഷിക്കാവുന്ന കാലഘട്ടമാണ്. ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കും.
പ്രണയത്തിലേർപ്പെട്ടവർക്ക് ആദ്യത്തെ തടസ്സങ്ങളെ മറികടന്ന് ഒന്നിക്കാനാവും. അന്യദേശങ്ങൾ സന്ദർശിക്കാൻ അവസരമുണ്ടാകും. മാനസികോല്ലാസത്തിന് സാഹചര്യം അനുകൂലമാവുന്നതാണ്. സമൂഹത്തിന്റെ അംഗീകാരം അനായാസം കൈവന്നേക്കാം. സർക്കാരിൽ നിന്നും നേട്ടങ്ങള്, ആനുകൂല്യങ്ങള് ഇവ പ്രതീക്ഷിക്കാം. ഗൃഹത്തില് മംഗളകർമ്മങ്ങള് ഭവിക്കും. ജോലിസ്ഥലത്ത് നല്ല സ്വാധീനം ചെലുത്താനാകും. ദീർഘകാലമായി മുടങ്ങിക്കിടക്കുന്ന ജോലികൾ പൂർത്തീകരിക്കും. സ്ഥാനക്കയറ്റത്തോടൊപ്പം ശമ്പള വർധനയും ഉണ്ടായേക്കും. റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ധാരാളം നേട്ടങ്ങള്, സാമ്പത്തിക സ്ഥിതി ശക്തിപ്പെടുത്താൻ കഴിയുന്ന നിരവധി വരുമാന മാർഗങ്ങള് തുറക്കും. ലക്ഷ്യം നേടാനുള്ള ശക്തമായ ആഗ്രഹം നിങ്ങളുടെ ഉള്ളിൽ ഉണർന്നേക്കാം. വലിയ വിജയം നേടാൻ കഴിയുന്നതാണ്. പുതിയ നൂതന ആശയങ്ങൾ നിങ്ങളിൽ ഉദിക്കും. ജോലി വേഗത്തില് പുരോഗമിക്കും. വ്യവഹാരങ്ങളിൽ നിന്നും നഷ്ടങ്ങൾ ഉണ്ടാകാം. ഉദരരോഗം, ദന്തരോഗം, കഫജന്യങ്ങളായ രോഗങ്ങള്, സന്ധിവേദന എന്നിവ അലട്ടാം. നിസ്സാരകാര്യങ്ങൾക്കുപോലും കൂടുതൽ പരിശ്രമം വേണ്ടിവരും. ഈശ്വരഭക്തി, ധർമ്മനിഷ്ഠത, പരോപകാര താൽപരത എന്നിവ ഉണ്ടാവണം. മേലധികാരികളുമായി വാക്ക് തർക്കത്തിന് പോവരുത്. വാക്കുകൾ സൂക്ഷിച്ചേ പ്രയോഗിക്കാവൂ. ശരിയായ ധനവിനിയോഗത്തിലൂടെ മെച്ചപ്പെട്ട നിലയിലേക്ക് സ്ഥിതിഗതികൾ മാറ്റണം. ചെലവ് നിയന്ത്രിക്കണം. അശ്രദ്ധയും അലസതയും വലിയ പ്രയാസങ്ങൾക്ക് കാരണമായേക്കാം. ജീവിത പങ്കാളിയുമായി അനാവശ്യ വാഗ്വാദങ്ങൾ ഒഴിവാക്കുക. അനാവശ്യ കൂട്ടുകെട്ടുകളിൽ ചെന്നുചാടരുത്. മഹത് വ്യക്തികളുടെ വാക്കുകൾ പലപ്പോഴും യുക്തമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ ഉപകരിക്കും. വസ്തുനിഷ്ഠമായി പഠിച്ചു ചെയ്യുന്ന കാര്യങ്ങൾ ലക്ഷ്യപ്രാപ്തി നേടും.